പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു അവസരം തന്നതിന് മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. സാക്ഷ്യം പറയാൻ കുറച്ച് ദിവസം ലേറ്റായി, അതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി, ഇത് എൻ്റെ മമ്മി. എൻ്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോഴാണ് 2022 നവംബറിൽ എൻ്റെ മമ്മി എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇത് ആ ഉടമ്പടിയിലുള്ള 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് പഠിക്കണമെന്ന്, മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി 2 വട്ടം IELTS PT ഒക്കെ എഴുതിയെങ്കിലും വിചാരിച്ച സ്കോർ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വിവാഹം കഴിക്കുകയും അബുദാബിയിലേക്ക് പോവുകയും ചെയ്തു. ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ്. അപ്പം നാട്ടിൽ 2 വർഷം വർക്ക് ചെയ്ത് അവിടുത്തെ രജിസ്റ്റേർഡ് എക്സാം എഴുതിയാലാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ എഴുതി, എക്സാം പാസ്സായി. പക്ഷേ ഡേറ്റ ഫ്ലോയ്ക്ക് ഭയങ്കര തടസ്സമായിരുന്നു. 1 മാസത്തോളം എടുത്ത് റെഡിയാവേണ്ട ഡേറ്റ ഫ്ലോ എൻ്റെ എല്ലാ പേപ്പറും കറക്റ്റായിട്ടും 1 വർഷത്തോളം നീണ്ടു നിന്നു. അങ്ങനെ പലവട്ടം DHൻ്റെ ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ആ ഡേറ്റ ഫ്ലോ ഞാൻ റെഡിയാക്കിയത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ താൽക്കാലമായിട്ട് എൻ്റെ സെയിം ഫീൽഡിലുള്ള ആ ജോബിന് കയറി. സാലറി കുറവായിരുന്നു, അപ്പം രജിസ്ട്രേഡ് ആയാലാണ് എനിക്ക് കുറച്ചുകൂടി സാലറിയിലൊരു ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ ഡേറ്റ ഫ്ലോ ഒക്കെ കറക്റ്റായി. എനിക്ക് ആക്റ്റീവ് ആക്കേണ്ട സമയമായപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അറിയാം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ജോലി മാറിയില്ല, സെയിം ജോലിയിൽ തുടർന്നു. 1 വർഷമാണ് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 1 വർഷത്തിനുള്ളിൽ എൻ്റെ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ കമ്പനിയുടെ പോളിസി മാറ്റി. 1 മന്ത് റെസിഗ്നേഷൻ പീരീഡ്, അത് 3 മാസമാക്കി. അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ വെച്ചാലും എൻ്റെ ഡേറ്റ ഫ്ലോ എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ അത് പറ്റിയില്ല, അത് എക്സ്പയർ ആയിപ്പോയി. അങ്ങനെ ഞാൻ വളരെയധികം മാനസികമായി തകർന്നു. കാരണം ഇത്രയും പഠിച്ചിട്ടും എവിടെ എത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു, ഇതായിരിക്കില്ല നിൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, നീ നാട്ടിലേക്ക് വാ, നമുക്കൊന്നും കൂടി PT എഴുതി നോക്കാം, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് PT എഴുതാനായിട്ട് ഭയങ്കര ഒരു പേടിയായിരുന്നു. കാരണം കുറേ അറ്റംപ്റ്റ് ചെയ്തിട്ടും വിചാരിച്ച സ്കോർ കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ കൃത്യമായി തുടർന്നുകൊണ്ട് പോന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് എക്സാമിന് ഡേറ്റ് എടുത്തു. ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഞാൻ എക്സാമിന് പോയി. ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സ്ഥിരം സാക്ഷിയാക്കി യേശു നാമത്തിൽ എന്നെ ഉയർത്തണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ ആ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതിൻ്റെ എത്രാമത്തെ എക്സാമാണെന്ന് മാതാവിന് അറിയാം. ഡേറ്റ ഫ്ലോ എഴുതി, DH എഴുതി, അതും കിട്ടിയില്ല. IELTS എഴുതി കിട്ടിയില്ല. ഞാൻ PTAയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാനങ്ങനെ എറണാകുളത്തായിരുന്നു എൻ്റെ സെൻറ്റർ. അങ്കമാലിക്ക് വന്ന വഴിക്ക് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം കിട്ടി. അപ്പം തന്നെ എനിക്ക് സന്തോഷമായി. വീട്ടിൽ വന്നപ്പോൾ റിസൾട്ട് വന്ന് ഞാനത് പാസ്സായി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇപ്പോൾ 2023 ഇൻടേക്കിലേക്കാണ്, ജൂലൈ ഇൻടേക്കിലേക്കാണ് ഞാൻ വെച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിനൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. ഓഫർ ലെറ്ററൊക്കെ വന്നു. പ്രോസസ്സിങ് ഓൾമോസ്റ്റ് തീരാറായപ്പോഴാണ് ഞാൻ പിന്നെയും പ്രഗ്നൻ്റ് ആയത്. അതിലെനിക്ക് സന്തോഷമായിരുന്നു. കാരണം മാതാവ് എനിക്ക് തന്ന കുട്ടികളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ എൻ്റെ പോണ കാര്യം കുറച്ചുകൂടി നീക്കി വെച്ച് എൻ്റെ ഒക്ടോബറിൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒന്നേന്ന് വേറെ യൂണിവേഴ്സിറ്റിയിൽ പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് എല്ലാം പെട്ടെന്നായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഓരോ ആഴ്ച ഉടമ്പടി ധ്യാനം, ഞാൻ അച്ഛൻ്റെ ധ്യാനം ലൈവിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓരോരോ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പ് പാസ്സായിക്കൊണ്ടിരുന്നു. GTA പാസ്സാവും, എൻ്റെ മെഡിക്കൽ, അങ്ങനെ COE വരാം. അങ്ങനെ വിസയ്ക്ക് വെച്ചത് ഭയങ്കര വിസയ്ക്ക് വെച്ച ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഓസ്ട്രേലിയയിലെ നിയമം മാറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. വിസ ഭയങ്കര ടൈറ്റ് ആക്കുമായിരുന്നു. 2 പേര് വെച്ച് അതിൽ ഒരു വിസ റിജക്ഷൻ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ വിസ തടസ്സം വന്നപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടിയിൽ എന്തോ കുറവുണ്ട്, അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പലവട്ടം മാതാവിനോട് ചോദിച്ചു, എനിക്കൊരു മെസ്സേജ് എങ്ങനെയാണ് എൻ്റെ ഉടമ്പടി കുറച്ചും കൂടി നന്നാക്കി കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. അച്ഛനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടി. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. മമ്മീൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ, ഇങ്ങനെയാണ് ഉടമ്പടി കുറച്ചും കൂടി? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. ആ ആഴ്ച ഫുള്ള് ഞാൻ മാതാവിനോട് ചോദിച്ചു. അച്ഛൻ എനിക്ക് മെസ്സേജ് ഒന്നും തന്നില്ല, മാതാവിനൊന്നും കൊടുക്കാൻ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കല്ലേ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ആഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ എല്ലാ പ്രാവശ്യവും ധ്യാനം കൂടാറുണ്ട്. ചൊവ്വാഴ്ച കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടോക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് അച്ഛൻ പറയാണ്, നിനക്ക് വിസ വരും, നീ ഓസ്ട്രേലിയയിലും പോവും, പക്ഷെ നിത്യത വരെ എത്തത്തില്ല, അതാണ് നിൻ്റെ ഉടമ്പടിയിലെ കുറവെന്ന്. അപ്പോഴാണ് ഞാൻ മാറ്റേണ്ടത് മനസ്സിലായത്. എൻ്റെ ഉടമ്പടിയിലെ നിയോഗങ്ങൾ, മാർഗവും
നിത്യതയാണ് എൻ്റെ ലക്ഷ്യവുമാക്കേണ്ടത്. പിന്നെ അതിനു വേണ്ടിയായി എൻ്റെ പ്രാർത്ഥന. അങ്ങനെ 83 ദിവസത്തിന് ശേഷം എൻ്റെ വിസ വന്നു. ഞാൻ മാർച്ചിലേക്കായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഡെഡ് ലൈൻ തീർന്ന പിറ്റേ ദിവസമാണ് എനിക്ക് വിസ വന്നത്. അപ്പോൾ അത് ജൂലൈയിലേക്ക് നീണ്ടുപോയി. പക്ഷേ എങ്കിലും ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് നാളും കൂടി ഞാൻ വേണമെന്ന് മാതാവ് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അത് നീട്ടി തന്നത്. അതിന് ഒത്തിരി നന്ദി. ഇനി അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രണ്ടാമത്തെ ഡെലിവറി പ്രഗ്നൻ്റ് ആയി ഒരു 7 മാസം തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അതിശക്തമായ നടുവേദനയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡെലിവറിയുടെ സംബന്ധമായിട്ട് അങ്ങനെ നടുവേദന വരും, അതങ്ങനെ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒരു 2 മിനിറ്റ് ഇരിക്കാൻ പോലും പറ്റത്തില്ല, ഫീഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മാറിക്കോളും, എല്ലാവർക്കും ഡെലിവറിയിൽ വന്നാൽ നിൻ്റെ നോർമലായിരുന്നു, ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് മാറണില്ല. എനിക്ക് ഒരു സൈഡത്തിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെ തിരിച്ചു വെക്കണം, അത്രയ്ക്ക് എനിക്ക് പെയിൻ. എനിക്ക് കാലൊന്നും അങ്ങോട്ട് നീക്കാൻ പറ്റണില്ല. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു MRI എടുത്ത് നോക്കാം. MRI എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർക്ക് പോലും മനസ്സിലായത് ഇത്രയും നടുവേദന ഉണ്ട്, ശരിക്കും ഡെലിവറിയുടെ സംബന്ധമായതല്ല, എനിക്ക് നല്ല നടുവേദന ഉണ്ടെന്ന്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വെച്ച് നടുവിന് പറ്റി മമ്മി പറഞ്ഞു ഇത് പറ്റി പ്രാർത്ഥിക്ക്, എന്തായാലും മാറുമെന്ന്. അങ്ങനെ ഞാനത് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഡിസ്ക് ബൾജാന്ന് കണ്ടുപിടിച്ചുള്ള നെക്സ്റ്റ് ചൊവ്വാഴ്ചയുടെ ധ്യാനം. ധ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോ ധ്യാനത്തിലും എനിക്ക് ഓരോരോ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവിനോട് പറഞ്ഞു എൻ്റെ പ്രായം എത്രയാണെന്നറിയാം, ഞാൻ ചെറിയ പ്രായമാണ്, ഈ പ്രായത്തിൽ ഇപ്പോഴേ ഡിസ്ക് ബൾജ് വന്നാൽ ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്കെങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല, മാതാവ് എനിക്കിത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. ആ ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞു ഡിസ്ക് ബൾജുള്ള ആരെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അത് എന്നെയാണെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുവരെ ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് നടന്നത്. അന്ന് മുതൽ എനിക്കിതേ ഇന്ന് വരെ ആ നടുവേദന പിന്നെ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് 3 മാസം ബെൽറ്റ് ഇട്ട് കിടക്കണം, 3 മാസം ബെൽറ്റ് ഇട്ട് ഇരിക്കണം, ട്രാവൽ ചെയ്യാൻ പാടില്ല, കുട്ടീനെ എടുക്കാൻ പാടില്ല, കുനിയാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് തന്നു. ഫുഡിൻ്റെ ഡയറ്റ് ശരിയാക്കണം, വെയിറ്റ് കുറവാതെ കൊണ്ട് മസിൽ ഗെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടം വരെ കൃപാസനം വരെ ഞാൻ വന്നു അങ്കമാലിയിൽ നിന്ന്. അതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുവിനും 1000 നന്ദി. കാര്യം പ്രവൃത്തിയായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ കൃപാസനത്തിൽ, ഞാനും മമ്മിയും ഇവിടെ കൃപാസനത്തിൽ വന്ന് എല്ലാ മാസവും പത്രം മേടിക്കും. ഞാൻ വീടിൻ്റെ അടുത്തൊക്കെയാണ്, ഞാൻ പള്ളികളിൽ പോയാണ് ഞാൻ കൊടുക്കാറ്. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരുപാട് എനിക്കൊരു ട്രാവൽ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് മമ്മി എല്ലായിടത്തും പോയി പത്രങ്ങൾ കൊടുക്കും. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് കൂടും. പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിക്കും. എല്ലാ മാസവും അനാഥാലയത്തിൽ പോയി അവിടുത്തെ രോഗികളുമായി സംസാരിക്കും, ഭക്ഷണം കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി.